നാളെ നോമിനേഷനാണ്. നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയിൽ രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തി അതിലൊരാൾ നോമിനേഷനിൽ പോകുക എന്നുള്ള രീതി തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാം മിക്കവാറും ഫിഫയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം ഫ്രണ്ട്സിനെ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളെ അല്ല വിടുന്നത്, ഫ്രണ്ട്സിനെ ആയിരിക്കും വിടുന്നത്. അവിടെ ബിഗ് ബോസ് വിചാരിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റൊന്നും കിട്ടാതെ വരും. കാരണം ഇപ്പം അൻസിബയും ഋഷിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കഴിഞ്ഞാൽ അവർ പറയും നീ പോ ഞാൻ പോവാം, നീ പോ ഞാൻ പോവാം, അങ്ങനെയുള്ള രീതി സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം വിരുദ്ധ ചേരിയുള്ള രണ്ടുപേരെ തമ്മിൽ വിടുന്നത്. നമ്മുടെ ഋഷിയെയും അപ്സരയും തമ്മിൽ വിട്ടിട്ടുണ്ട്. അതുപോലെ ജാസ്മിനെയും അഭിഷേകിനെയും തമ്മിൽ ആണ് വിട്ടിരിക്കുന്നത്. ജിൻഡോയും അർജുനും അവിടെയും ഒരടിക്കുള്ള സ്കോപ്പ് ഉള്ളതാണ്. പിന്നെ ജാസ്മിനും അഭിഷേകും തമ്മിൽ വാദപ്രതിവാദം നമ്മൾ കാണുന്നു. അതുപോലെ നോറയും അൻസിബയുമാണ്. അവിടെ ഒരു പ്രതിവാദം ചെറിയൊരു അടിയൊക്കെ പ്രതീക്ഷിക്കുക അല്ലേ. പിന്നെ ഋഷിയും അപ്സരയും തമ്മിലുള്ള ഒരടി ഫൈറ്റ് നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫിജോയും ഫ്രീദുമാണ് പോയേക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും എങ്ങനെയൊക്കെയായി തീരും എന്നുള്ളത്, ആരൊക്കെ നോമിനേഷന് വരുമെന്നൊക്കെ ഉള്ളത് ഈ പ്രൊമോ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും എന്തെങ്കിലുമൊക്കെ നാളെ നടക്കും, അതിനുള്ള സാധ്യതകൾ ബിഗ് ബോസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അടുത്ത ആഴ്ചത്തേക്കുള്ള വെടിമരുന്നും കൂടാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഈ ആഴ്ച മൊത്തം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ബിഗ് ബോസ് ചർച്ച ചെയ്യുന്നത്.